ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നടന്ന ഒരു അത്ഭുത സംഭവമാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സിൽ പതിവായി വരാറുള്ള ഒരു യുവാവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം സദസ്സിലിരിക്കുമ്പോൾ മലക്കുൽ മൗത്ത് അസ്രായിൽ അലി ഇസ്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ യുവാവിനെ തന്നെ സൂക്ഷിച്ചു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, പ്രവാചകരെ, അവിടെ ഇരിക്കുന്ന യുവാവിനെ കണ്ടോ? വെറും 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിൻ്റെ റൂഹ് ആത്മാവ് പിടിക്കാൻ എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ഇത് കേട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിക്ക് ആ യുവാവിനോട് വലിയ സഹതാപം തോന്നി. എന്നാൽ 3 ദിവസം, ആഴ്ചകൾ, മാസങ്ങൾ പിന്നിട്ടും ആ യുവാവ് ആരോഗ്യവനായി സദസ്സിൽ വരുന്നത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഒരിക്കൽ മലക്കുൽ മൗത്തിനെ കാണാനുള്ള അവസരം കിട്ടി. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അന്ന് തങ്ങൾ പറഞ്ഞ ആ യുവാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അന്ന് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നതാണ്. എന്നാൽ ആ യുവാവ് അന്ന് തൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ സന്ദർശിക്കുകയും അവർക്ക് ഇടയിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങളെ തീർത്ത് സ്നേഹബന്ധം പുതുക്കുകയും ചെയ്തു. ഈ കാഴ്ച പടച്ച റബ്ബ് അവൻ്റെ മേൽ പ്രീതിപ്പെടുകയും വിധി മാറ്റി എഴുതി. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ മരണപ്പെടേണ്ട ആ യുവാവ് ആ ഒരൊറ്റ പുണ്യപ്രവൃത്തി കാരണം അള്ളാഹു 20 വർഷത്തെ, ചില വിവരണങ്ങളിൽ 30 വർഷം ആയുസ് അധികമായി നൽകി എന്നാണ് പറയുന്നത്. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, നമ്മുടെ ആയുസ് വേണം, സമ്പത്ത് വേണം, ബർക്കത്ത് വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അപ്പോൾ സിലത്തുർ റഹീം എന്ന ആ കുടുംബ ബന്ധം ചേർക്കൽ അത്യന്താപേക്ഷിതമാണ്. പിണക്കങ്ങൾ മറന്ന് ബന്ധുക്കളുമായി അടുക്കുന്നത് മരണസമയത്ത് പോലും മാറ്റിമറിക്കാൻ കാരണമാക്കും. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്, ആർക്കെങ്കിലും തൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വിഭവങ്ങളിലും സമ്പത്തിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ.